ഏറ്റവും മികച്ച തൊഴിലധിഷ്ഠിത കോഴ്സുകളായ ഓയിൽ ആൻഡ് ഗ്യാസ്, ലോജിസ്റ്റിക്സ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അക്കൗണ്ടിംഗ് എന്നിവയുടെ അഡ്മിഷൻ ഇന്ത്യയിൽ തന്നെ മികച്ച സ്ഥാപനമായ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ട്രിവാൻഡ്രം, എറണാകുളം, പെരിന്തൽമണ്ണ ആൻഡ് കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് 9895984537. അല്ലേ ബീഫൊക്കെ കഴിക്കുമ്പോഴേ അത് ദഹിക്കാൻ വേണ്ടി കൂടെ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടായിരുന്നു. അത് ശരിയാ. പക്ഷെ ഒരു പ്രശ്നമുണ്ടേ, ഗിരിജറിഞ്ഞ ആകെ പ്രശ്നമാണേ. ഷുഗറും കൊളസ്ട്രോളൊക്കെ ഉള്ളതുകൊണ്ടേ ഞാൻ മദ്യം കൈകൊണ്ട് തൊടില്ല എന്ന്, ഈ കൈകൊണ്ട് തൊടില്ല എന്ന് അവൾക്ക് ശബ്ദം ചെയ്ത് കൊടുത്തത്. മറ്റേ കൈനോടാ അല്ല, തുറന്നുകൊണ്ട് കുഴപ്പമില്ല. മണമില്ലാത്ത എന്തെങ്കിലും മേടിച്ച് കഴിച്ചാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അമ്മാവൻ അങ്ങനെ നടക്കട്ടെ. കുറേ ദിവസമായില്ല നമ്മൾ സന്തോഷിച്ചിട്ട്. ഇവിടെ പറ്റില്ല. ഇവിടെ ആയ തങ്കൊക്കെ അറിഞ്ഞ അല്ലേ, പിന്നെ അവര് നേരെ വിളിച്ച് പറഞ്ഞു കൊടുക്കും. ഗിരിജോട് പറയും. പിന്നെ ഇല്ലാത്ത ഷുഗറൊക്കെ ഉണ്ടാവും. നമുക്ക് പുറത്തല്ല, പ്രഷർ കൂടും. പുറത്തോട്ട് രണ്ടരട്ടൊക്കെ വന്ന് കഴിക്കാം അല്ലേ. സെറ്റായല്ലോ ഇതിപ്പോ. ഒരു കാര്യം ചെയ്യും, ക്ലീറ്റോനെ വിളിക്കും. അധികം കുറച്ചാൽ ക്ലീറ്റോനെ വിളിക്കട്ടോ. ഇതായാലോ. ഹലോ, എവിടെയാണ്? അല്ല അതറിയാം. അയ്യോ, താങ്കൾ തിരക്കുള്ള ആളാണെന്ന് അറിയാം, എന്നാലും വിളിച്ചതല്ലോ. ഇവിടെ രാവിലെ അമ്മാവൻ കുറച്ച് ബീഫ് കൊണ്ടുവരുന്നു. അടിപൊളി ബീഫ്. അയ്യോ, സാറ് വെട്ടുന്ന ആളാണെന്ന് എനിക്ക് അറിയാതെ ഞാൻ പറഞ്ഞ കാര്യം മുഴുപ്പിക്കാൻ സംഭവിക്കാത്ത. അപ്പം അമ്മാവൻ പറഞ്ഞു വന്നത് രണ്ടെണ്ണം അടിച്ചാലോ എന്ന് ചോദിക്കുന്നു. ഇങ്ങോട്ട് വരണ്ട, നീ ഒരു കാര്യം ചെയ്യാം. കവലയിൽ നിന്നാൽ മതി. പറഞ്ഞല്ലേ, കവലയിൽ നിന്നാൽ നമ്മളിപ്പോൾ ഇറങ്ങും. നീ കവലയിൽ നിന്നാൽ മതി. ശരി. ഭയങ്കര ഉത്സാഹം ഇപ്പം. അതെ, പെണ്ണുങ്ങൾ വളപ്പെന്ന് പറഞ്ഞതിൻ്റെ മുമ്പ് പോവാൻ നോക്കുക. ഇതൂടെ ഇട്ടെ പുണ്ട നോക്കിയത് എല്ലാം കറക്റ്റാകുമ്പോൾ അവർ ഒന്നും പിടിക്കണ്ടല്ലോ. ഞാനും വരും. അതിന് ഞങ്ങൾ തോട്ടത്തിലേക്കാ പോണ്. ചീരത്തോട്ടത്തിലേക്കല്ലേ, അല്ല കഞ്ചാവ് തോട്ടത്തിലോട്ടൊന്നും അല്ലല്ലോ. പ്ലാനിങ് അല്ല, ഞാൻ വെളിയിൽ നിന്ന് കേട്ടി. ഞാനും വരുന്നു. അതെ, എനിക്കൊന്നും വരണ്ട, നീ ഇവിടെ നിന്നോ, ഞങ്ങൾ പോയിട്ട് വരാം. തിരക്ക്, ക്യൂവ്, തള്ളിക്കയറി, സാധനം, വെള്ളം, ഡിസ്പോസൽ. റിസ്ക് എടുക്കേണ്ട വണ്ടി ഇരുന്നാൽ ഞാൻ സെറ്റാക്കും. വേണ്ട, മൂന്നാളും കൂടി പോയ സംശയിക്കും. നീ ഇവിടെ നിന്നോ, ഞങ്ങൾ 3 ആൾ കയറി. അത് പറ്റത്തില്ല, അതിന് 4 പേർക്ക് വാന്ന് പറഞ്ഞേ. അത് പിന്നെ പെണ്ണുങ്ങൾ വരണതിൻ്റെ മുമ്പ് പോകാൻ റെഡിയാവും വേഗം. തോടാ കാണിക്കുന്നത്. റെഡിയാവും. എടുത്താ കഴിവച്ചോളണം. വരുമോ നോക്കട്ടെ. പൊളിച്ചു. കഴിവിലൊക്കെ പെണ്ണുങ്ങടാ. വരണ അവിടെയല്ലോ. ബീഫ് എന്തായിട്ടുണ്ടാവും എന്തോ. അതിപ്പോ റെഡി ആയിട്ടുണ്ടാവും. പാചക വിദഗ്ധരല്ലേ അവിടെ ഉള്ളത്. ഇതിപ്പോ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും പരിപാടി ഒപ്പിച്ച് ക്ലീറ്റോ ചേട്ടൻ ഇവിടെ തന്നെ നിന്നു. അതിപ്പോ എൻ്റെ ഒരു തോന്നല്ല, അതിപ്പോ എന്തായാലും ഒപ്പിച്ചിട്ടുണ്ടാവും പരിപാടി. നീ നോക്കിക്കോട്ടാ. ഇപ്പൊ നമ്മൾ അങ്ങ് ചെല്ലുമ്പോഴത്തേനും പറയും, എടി ഞങ്ങൾക്ക് ചീരത്തോട്ടത്തിൽ പോകണം, അവിടെ ലോഡ് കയറ്റാൻ വണ്ടി വന്ന് കിടപ്പുണ്ട്, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ തിരുനെൽവേലിക്ക് പോകണം, ഇങ്ങനെയൊക്കെ പറയും. നോക്കിക്കോ, അതിന് സാധ്യതയുണ്ട്. കാരണം കുറെ നാളായില്ലേ എല്ലാം കൂടെ കൂടിയിട്ട്. സാധ്യത അല്ല ലില്ലി, ഉറപ്പാണ്. നമുക്ക് എന്താ ചെയ്യണേ നോക്കാട്ടാ. കഴിഞ്ഞില്ലേ, പോവാം. റൊണാൾഡോ അങ്ങോട്ട് എന്തോ എടുക്കാനാ പറഞ്ഞ അടുക്കളയിലേക്ക് പോയി. വേഗം വരാം. റൊണാൾഡോ വാ. അതെ, വേഗം ഇറങ്ങുക, അല്ലി ഇപ്പം പെണ്ണുങ്ങളിപ്പോൾ പളപ്പത്ത് തൊടിയിൽ നിന്ന് ഇങ്ങോട്ട് വരും. ഒരു വരണതിൻ്റെ മുമ്പ് വേഗം. എവിടെ പോരുന്ന നീ? ഇച്ചിരി ബീഫ് ടച്ചിങ്സിനടുത്ത് 120 രൂപ കടം കൊടുക്കണ്ടേ. ഇത്തരം കാര്യങ്ങളിലൊക്കെ പിന്നെ മഹിളാരത്നങ്ങൾ വരുന്നതിന് മുമ്പ് ഇറങ്ങിയില്ലേ പണി പാടും. അതെ, ഇനി ഇറങ്ങുമ്പോൾ എങ്ങനെ അവരുടെ കണ്ണിൻ്റെ മുമ്പ് പെട്ട് കഴിഞ്ഞാൽ പിടി കൊടുക്കാതെ വേറെ എന്തെങ്കിലും പറഞ്ഞേക്കണം. എന്തൊക്കെ നമ്പർ ഇറക്കിയാലും അവള് വരെ നമ്മളെ പോക്കും ഇല്ല. ഉറപ്പ് നോക്കി വരണതിൻ്റെ പോയാൽ പോരെ. ചേച്ചി ഒന്നിങ്ങി വന്നേ. എന്തായി ബീഫ്? അതും കറി സെറ്റ്. അപ്പൊ അവിടെ ചീര എടുക്കാൻ തിരുനെൽവേലിയിൽ നിന്ന് ഇത് മാറ്റിയൊക്കെ ചീരത്തോട്ടത്തിൽ ആള് വന്നിരിക്കുന്നു. അപ്പൊ അങ്ങോട്ട് പോകണം. ഇപ്പൊ കഴിച്ചിട്ട് പോയാ പോരെ.
അല്ല അത് പറ്റില്ല, വണ്ടി വന്ന് നിന്നിട്ടാണ്. ചീരത്തോട്ടത്തിൽ പോണം. ഈ കഴിച്ചിട്ട് കാണിച്ചാല് 11 മണിയായല്ലോ. നമ്മള് അവിടെ പോയിട്ട് വന്നിട്ട് കഴിക്കാന്നുള്ളതല്ലേ ഉള്ളൂ, സമയമുണ്ടല്ലോ. ലോഡ് അവിടെ വന്നിട്ടുണ്ട്, അത് ഇറക്കി വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരും അല്ലേ? അല്ല ലോഡ് വരുമെന്നറിയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റെവിടെയാ പോണ്ടേ? ആ ലോഡ് അല്ല അത് അവർ കൊണ്ടുപോയിക്കോളും, കയറ്റി വിട്ടാൽ അത് അവർ കൊണ്ടുപോകും. തിരുനെൽവേലി അന്നേ ഏട്ടൻ വണ്ടിയെ കൊണ്ടുപോകാൻ മോനെ. 3 പേരാ. 3 പേര് ഇതിനെ പോണത്? അത് പറ്റത്തില്ല, 3 പേര് പോകുമ്പോൾ റോഡിൽ മൊത്തം ക്യാമറ അപ്പോഴേ പറ്റി പിടിക്കും. നീ എന്തിനാ പോണത് അതിന്? ചീര മൂടോടെ പറിച്ച് കയറ്റം. ഇതെന്തോ ഇത്? അത് മറ്റേ ചീര വിത്ത്. അതെ, നോക്കട്ടെ, ചീരത്താണോ നോക്കട്ടെ. അഗ്രികൾച്ചർ ചീരവിത്തിന് നല്ല മണം. നമുക്ക് പോവാം. എന്റെ പൊന്നു സുഹൃത്തെ, ചീരത്തോട്ടത്തിലോട്ട് ചീരവിത്തും കൊണ്ട് പോകുന്ന പോ മറ്റേ സാറിന് വഴിയിൽ നിന്ന് കിട്ടുമല്ലോ അല്ലേ? അതെങ്ങനെ മനസ്സിലായി? എന്ത് കുറെ നാളായില്ലേ കാണാൻ തുടങ്ങിയിട്ട്. ഒരു സന്തോഷവും ഇല്ല. കനകന്റെ മുഖം ഇരിക്കണ നോക്ക്, ആരോ നിർബന്ധിച്ച് പറഞ്ഞു തരുന്നവരുടെ പോടെ ചിരിക്കുന്നു. ഹലോ, വെയിറ്റോട് പോരാ പറ. ആ സാർ. നിങ്ങൾക്കറിയാം എന്താന്ന്. ഓ ഓ ശരി ശരി. ആ ഓ ആ ആയിക്കോട്ടെ. ആ എന്തുപറ്റി? എന്തോ നോക്കുന്ന? എന്താ ഉണ്ടായിരുന്നു നല്ലത്. പോവേണ്ടി വന്നിട്ടുണ്ടാവും. നിങ്ങളൊന്നും കഴിക്കുന്നില്ലേ? അവരവിടെ കഴിക്കാൻ ഇറങ്ങിയേ, ഇരിക്കാറായി. പാന്നെ നല്ല ബീഫൊന്ന് വച്ച കിട്ടില്ല ബീഫ്. ഇപ്പൊ ചൂടാറി കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് പോകും. ഞാൻ ഇനി വിളിക്കാൻ വരൂല. അയ്യോ, അവര് വരുമ്പോ വരട്ടെ, നിങ്ങൾ വാ. കുറച്ചുകൂടി കഴിയട്ടെ. റൊണാൾഡോങ്ങളും വരുന്നില്ലേ? ഞാൻ വരാം. ഞാൻ കഴിക്കാൻ പോകുന്നേ. നിങ്ങൾക്ക് തണുത്താറി കഴിച്ചു. ആ അതോടെ ആടി വന്ന വരണേ. വല്ലാത്ത ചതിയാണ് കേട്ടോ. എത്ര സമയം ഞാൻ ഇവിടെ നിന്നറിയാം. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡബിൾ പോസ്റ്റായി. എടാ, അതിന് അവൻ വരണ്ടേ എങ്ങനെ നമ്മൾ പോണത്? എൻ്റെ അമ്മാവ, ഞാൻ എന്തെല്ലാം പരിപാടി കളഞ്ഞിട്ടാണ് നിൽക്കണേന്ന് അറിയാമോ? ഇല്ലെങ്കിൽ അവൻ്റെ പരിപാടിയല്ല ഇങ്ങനെ തന്നെയാണ്. അവനെ വെച്ചിട്ട് എന്തെങ്കിലും പരിപാടി പ്ലാൻ അത് പൊളി എനിക്കറിയാം. ഈ പരിപാടി എങ്ങനെ നമ്മൾ ആഗ്രഹിച്ചിട്ട് ചെയ്യാതെ പോവാന്നെങ്കിൽ ആത്മാവിന് മോശം കിട്ടത്തില്ല. എനിക്കതേ പറയുള്ളൂ. ഈ ഒരു കാര്യം ഒന്നുകൂടി വിളിച്ചോക്ക്. ഞാൻ കുറേ വിളിച്ചു. ആദ്യം വിളിച്ചോ ദേ വരുന്നു എന്ന് പറഞ്ഞു. ഇപ്പം വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. എടുക്കുന്നില്ലെങ്കിലേ കണക്കായിപ്പോയി. ഒരു ചീരത്തോട്ടം, തിരുനെൽവേലിയും, കള്ളത്തരം. അയ്യോ, വന്നോ? രാവിലെ എന്തോ മലമറിക്കാനുണ്ടെന്ന് പറഞ്ഞ് പോയതാണല്ലോ. ഓടിപ്പാഞ്ഞു വന്ന് നിൽക്കണുണ്ടോ? 2 അത്യാവശ്യം ഉണ്ടായിരുന്നു. ഒരു അത്യാവശ്യം നടന്നു. അടുത്ത അത്യാവശ്യം നാളത്തേക്ക് മാറ്റി വെച്ചു. കുഴപ്പമില്ല. അച്ചമ്മയ്ക്ക് വിളി വരാൻ കണ്ടൊരു നേരം. നിനക്ക് തീരെ വയ്യല്ലേ? നമുക്ക് കഴിച്ചാലോ? നിനക്ക് വെക്കണം, നീ കഴിച്ചോ. കഴിച്ചോ. അങ്ങനെ എന്നെ ഒറ്റയ്ക്ക് കഴിപ്പിക്കാമെന്ന് ആരും വിചാരിക്കണ്ട. ക്ലീറ്റ വന്ന് കഴിക്ക്. ക്ലീറ്റ വന്നാ പിന്നെ അയ്യോ, വിശക്കണില്ല തങ്കം. നിങ്ങളുടെ മുഖം കണ്ടാലറിയാലോ നല്ല വിശപ്പുണ്ടെന്ന്. അത് നീ അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് തോന്നണതാ. എന്തെങ്കിലും കാണിക്കും. എല്ലാം പൊളിഞ്ഞു. നമുക്ക് മാത്രം പോയാലോ? വഴിയിൽ വെച്ച് അവനെ കണ്ടാ കൂട്ടാൻ നമുക്ക് പോവാ. ഇതാ കണ്ടാലേ കണ്ടല്ലേ ഉള്ളു. നീ അങ്ങോട്ടോടെ പോണി, ഇങ്ങോട്ട് വേണം. എന്റെ ചെരുപ്പ് കാര്യം ഞാൻ പറയണ്ടേ. പണിയെടുത്ത മൊത്തം ഞാനാ. അത് ഇച്ചിരി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാ. പണിയെടുത്തെന്ന് പറഞ്ഞു. ഞാനാ ചെയ്ത്. അമ്മ ഇടയ്ക്ക് ഉപ്പിടാൻ വന്നല്ലേ, നിങ്ങൾ കണ്ടല്ലേ? വെറുതെ അല്ല, പിന്നെ അടിപൊളിയായിരുന്നു. 3:30 കഴിഞ്ഞിട്ടാ വാ. അവരോട് വന്നിട്ട് കഴിക്കാൻ കരുതിരിക്കല്ലേ. നീ അവരെ കുറെ നേരം നിർത്തിച്ചു, അവരിന്ന് നിന്നെ കുറെ നേരം നിർത്തിക്കും. നോക്കി ഇരുന്നിട്ടുണ്ടെങ്കിൽ വിശന്ന് കൂടുതൽ എത്തുള്ളൂ. വന്നിരുന്ന് കഴിച്ചോ. വാ. വേണ്ട അങ്ങനെയുണ്ട്. നല്ല മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്. ക്യാമ്പിൽ വെച്ചുള്ള പരിപാടിയാ. അവസരം കിട്ടണ്ടേ? ആടാ വന്നു. ഇങ്ങോട്ട് വാ. ഹലോ. കനകം ഭക്ഷണം കഴിച്ചാ?
ഒന്നും കഴിച്ചില്ല, അവര് നിർബന്ധം ഇവിടെ നിന്നിരുന്നു, അത്രേ ഉള്ളൂ. ഇരുന്നല്ലുള്ളൂ. എവിടെയായിരുന്നു? എന്റെ എന്ത് വയറ് വേദന അവന്. എന്തിനാ? എന്തായാലും പറയണ്ടെങ്കിൽ അവനെ കൂട്ടി പുറത്തു പോയി വെച്ചിട്ട് വാ. പുറത്തുപോയി പറയും. വണ്ടി ടാബ്ലറ്റ് എന്തിന്റെ ഗ്യാസിന്റെ പ്രശ്നം. സ്പൂൺ കിടക്കാൻ കണ്ടൂടെ, കൈയിട്ടെടുത്തോണ്ട്. അമ്മ എങ്ങനെയുണ്ട് ബീഫ്? എവിടെ പോയി? എന്റെ മരുവൻ യഥാർത്ഥ രാഷ്ട്രീയക്കാരനാണ് അവൻ. എന്താ മന്ത്രി ആവേണ്ടവനവൻ. 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം പുഷ്പം പോലെ പരിഹരിക്കാൻ കഴിവുള്ളവനാണ് അവൻ. ഇന്ന് മാമൻ അത് നേരിട്ട് കണ്ടു. ഇത് വല്ലാത്ത പുകഴ്ത്തലാണല്ലോ. അല്ലടി സത്യം പറഞ്ഞേ, ഇത് നമ്മൾ എന്തിനമ്മ എന്നെ 5 കൊല്ലമായിട്ട് ഒരു കുടുംബത്തിൽ നടക്കുന്ന നീറുന്നൊരു പ്രശ്നം സെക്കൻഡ് നേരം കൊണ്ട് പരിഹരിച്ചില്ലേ? ആരാ? നിന്റെ കെട്ടിയോൻ ഞാൻ. നല്ല നമ്മുടെ ദാക്ഷായനിയമ്മല്ലേ, ദാക്ഷായനിയമ്മയുടെ വീട്ടിലത്തെ സ്ഥിതി എന്താ? മകന്റെ കല്യാണം കഴിഞ്ഞ വഴിക്കും മകൻ മരുവോട് പറയുന്നത് കേട്ടിട്ട് ഈ അച്ഛനും അമ്മേനും തിരിഞ്ഞു നോക്കില്ല. അങ്ങനെ അവര് വർഗ ശത്രുക്കളായിരുന്നു. പിന്നെ അങ്ങനെ നമുക്കങ്ങനെ തോന്നിച്ചിട്ടില്ല. അതേന്ന് ഈ കെട്ടിയോളുടെ വാക്കേ ഈ ചെക്കൻ കേൾക്കുള്ളൂ. ഒരു കുടുംബത്തിലൊരു കല്യാണത്തിന് പോയി പറയും. കല്യാണത്തിന് പോയിട്ട് കുടുംബം അങ്ങനെ എല്ലാ കുടുംബങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കില്ലേ? അപ്പൊ ദാസാനിയുടെ കുടുംബത്തെ മൊത്തം വിളിച്ച് ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോ മരുവോട് നിന്നില്ല. ഈ തള്ളയും തന്തിയും നിൽക്കെങ്കിൽ ഞങ്ങൾ നിൽക്കില്ല പറഞ്ഞു. എന്നാ അവരുടെ മകനോ ഈ പെണ്ണിന്റെ വാക്കും കേട്ടിട്ട് ഇക്കണ്ട കുടുംബക്കാരുടെ മുമ്പിൽ നിന്ന് അവര് രണ്ടാളും മാറ്റിയേ നിർത്തിച്ചു. അന്ന് തുടങ്ങിയ ശത്രുതയായിരുന്നു അവർ തമ്മിൽ. ഞാനേ ഈ ചെറുക്കനുണ്ടല്ലോ, അവനെ ഞാൻ മെല്ലെ ഞാൻ വിളിച്ചിട്ട് ചേടാ പൊന്നുമോനെ, ഈ നിൽക്കണ നിൻ്റെ അച്ഛനെ അമ്മയാണോ നീ ആദ്യം കണ്ടത്, അതോ നീ ഇപ്പം കല്യാണം കഴിച്ച ഭാര്യനെയാണോ ആദ്യം കണ്ടത്? അത് നേതാവേ ഞാൻ പിന്നെ അച്ഛനെ അമ്മയാണ്. ഞാൻ പറയണ അവരെ ചവിട്ടി തള്ളിയിട്ട് നീ പെണ്ണിൻ്റെ വാക്കുകൾ എന്തൊരു മര്യാദയിടലടാ, നാണമില്ലടാ നിനക്ക് എന്നെല്ലാം പറഞ്ഞപ്പോൾ ഇഷ്ടകന്റെ കണ്ണീര് ബന്ധങ്ങൾ ഇതൊക്കെ ഒരു നിമിഷത്തിലുണ്ടാണ്. ഈ പെണ്ണുങ്ങൾ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അവര് ഈ പറഞ്ഞ മാതിരി ഓതി ഓരോന്ന് ഇങ്ങനെ. എനിക്ക് കണ്ണ് നിറഞ്ഞപ്പോഴല്ലോ നിന്റെ ഉപദേശം കേട്ടിട്ട് അവൻ കണ്ണ് നിറച്ചിട്ട് അവന്റെ ഭാര്യനടെ ഇവിടെ വന്ന് കിടി പറഞ്ഞ് അടുത്ത് നിർത്തിയിട്ട് ഈ ദാക്ഷായണിനെയും ഉള്ള കെട്ടിയവനെ അടുത്ത് നിർത്തിയിട്ട് അവര് ചിരിച്ചിട്ടൊരു ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തു. ചേച്ചിക്ക് സന്തോഷമായി, എല്ലാം ഹാപ്പിയായി. അല്ല അതായിരുന്നു അവരുടെ ഒരു വിഷമം. കാരണം അവരൊരു ഫോട്ടോയ്ക്ക് നിർത്തില്ല, ഫോണെടുത്ത് കൊണ്ടുപോകണില്ല. അങ്ങനെ ഞാൻ വലിയൊരു പ്രശ്നം. അത്ഭുതം തോന്നിയെന്ന് സംസാരിച്ചില്ല. നേതാവിന് ഭക്ഷണം കൊടുക്കും. ബീഫ് ഫ്രൈ കൂട്ടി ചോറെടുക്കട്ടെ. അറിയാൻ വരട്ടെ. അല്ല അവര് വരും, നീ ഉണ്ടോ? കാര്യം സാധിച്ചത് നമ്മള് ഒന്നുമില്ല, എല്ലാവരും സന്തോഷമല്ലേ. ഫ്ലൈറ്റ് എടുക്കും. ഏറ്റവും മികച്ച തൊഴിലധിഷ്ഠിത കോഴ്സുകളായ ഓയിൽ ആൻഡ് ഗ്യാസ്, ലോജിസ്റ്റിക്സ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അക്കൗണ്ടിംഗ് എന്നിവയുടെ അഡ്മിഷൻ ഇന്ത്യയിൽ തന്നെ മികച്ച സ്ഥാപനമായ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ട്രിവാൻഡ്രം, എറണാകുളം, പെരിന്തൽമണ്ണ ആൻഡ് കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് 9895984537. അതിന്റെ എന്താ ആവശ്യമുണ്ട്? ഒരാവശ്യം കാര്യമൊക്കെ കാര്യം തന്നെ. അതെ, കാര്യമുള്ള. ഞാനിന്ന് തോട്ടം വരെ പോയിട്ട് വരാം. ഇന്ന് എവിടെയാണാവോ പുതിയ ചർച്ച? ഓടിയായിരുന്നു. ഇന്നലെ എന്തായിരുന്നു ആ മരുമോനെ പുകഴ്ത്തി ഇതില്ല തെങ്ങിന്റെ മേളിൽ കൊണ്ടുവന്ന വെച്ചത്. അത് ഇറക്കിയല്ലോ. ആണല്ലേ? ഫിറ്റ് ഇറങ്ങിയപ്പോ താഴത്തേക്ക് ഇറക്കിയായിരുന്നു. പിറ്റുള്ളതുകൊണ്ട് പറഞ്ഞൊന്നല്ല, പിറ്റില്ലാത്തപ്പോഴും പറയും അവൻ നല്ല മരുവന്നെ, നല്ല കഴിവുണ്ട്. അത് തന്നെ, എന്റെ അമ്മാവൻ അങ്ങനെ ഓന്തുന്ന ആൾക്കാർ വിളിക്കുമെങ്കിൽ അങ്ങനത്തെ സ്വഭാവം ഒന്നും എന്റെ അമ്മാവന്. വേണ്ടടി ചെല്ല് ഗിരിജമ്മായി നോക്കി ഇരിപ്പുണ്ടാവും ഇപ്പൊ. പറഞ്ഞൊന്നുമില്ല, ഞാൻ ചെറുതായിട്ട്. ഇന്ന് അവിടെ പോയി എന്തായാലും ഉണ്ടായി, ഞാൻ അപ്പം അങ്ങോട്ട് വരും. ഞാൻ വെറുതെ പറഞ്ഞിട്ടൊന്നുമില്ല. ഇതവരല്ലേ? സ്ത്രീയുടെ വരവത്ര പന്തിയല്ലോ. തെമ്മി കള്ളുടിച്ച് വല്ല വേണ്ട അതിനെ ചെന്ന് കാണിച്ചവിടെ. ചിരിച്ചു സന്തോഷത്തോടെയാണല്ലോ പോകുന്നത്. വരവത്ര ചിരിച്ചു കളിച്ചൊന്നും അല്ല.
എന്റെ വീട്ടിൽ കയറി വന്ന് നീ തോന്നിയാസം കാണിക്കോടാ? എന്തേ? എന്തേ? ഒന്നും അറിയാത്ത പോലെ. നിന്നെ എനിക്ക് പണ്ടേ അറിയാവടാ. എന്താ ചേച്ചി കാര്യം? ആ പാവം പിടിച്ച മൂപ്പിലാന് കള്ളത്രയും വാങ്ങിക്കൊടുത്ത് ഇപ്പൊ അങ്ങേരെ എനിക്കെതിരായി നിൽക്കാണ്. ആരൊന്നും അറിഞ്ഞില്ല. ഇപ്പൊ അങ്ങേര് പറയുന്നത് എന്താ അറിയാ? എനിക്ക് ഭ്രാന്താന്ന്. നീ അല്ലേ ഇതൊക്കെ പറഞ്ഞു കൊടുത്തത് അങ്ങേരോട്? അല്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നീ അധികമൊന്നും പറയണ്ട. എടാ, നിനക്ക് ഓർമ്മയുണ്ടോ എന്റെ അനിയത്തിയുടെ പിന്നാലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന അവസാനം നിന്റെ കണ്ണിൽ ഞാൻ മുളക് തേറ്റിയത്? ഓർമ്മയുണ്ടോടാ? അന്ന് ഓർമ്മയുണ്ടാവില്ല. എങ്ങനെ ഓർമ്മയുണ്ടാവാനാ? ആ റോട്ടിൽ കിടക്കുന്ന പിള്ളേരുടെ കൂടെയല്ലേ നിന്റെ നടപ്പ്? ചേച്ചി മതി, നിർത്തിക്കോ. ഇത്ര നേരം ഒന്നും പറയാതിരുന്നത് ഞങ്ങളുടെ മര്യാദ കൊണ്ടാ. ഞങ്ങളുടെ അമ്മാവൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും കേട്ടോ. നീ അധികമൊന്നും പറയണ്ട. കൂടെ നിന്റെ ആ ഉണ്ടക്കണ്ണനുണ്ടായിരുന്നു. എന്റെ ആങ്ങളനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. അല്ലേ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞേ. ഇവര് നല്ലതല്ലേ നിങ്ങളുടെ വീട്ടിൽ വന്ന് ചെയ്തോളൂ. ഇവര് എന്ത് ചെയ്തിട്ടാണ് ഇവർ ഇങ്ങനെ തെറി പറയണത്? എന്ത് ചെയ്തിട്ടാണോ? എനിക്കറിയോ, എന്റെ ഭർത്താവിന് എന്നോട് വലിയ സ്നേഹമായിരുന്നു. ഇവനൊരുത്ത അയാളെ കൊണ്ടുപോയി വയറ് നിറയെ കള്ളും വാങ്ങിച്ചു കൊടുത്തിട്ട് ഇപ്പൊ അവര് 3 ആൾ ഒറ്റക്കെട്ടായി. എന്റെ ഭർത്താവ് ഇപ്പൊ എന്നെ കണ്ടുകൂടാ അയാൾക്ക്. എന്റെ പൊന്ന് ചേച്ചി, ചേച്ചിയുടെ ഭർത്താവും മകനും കള്ളു കുടിക്കണേന് ഇവിടെ വന്ന് ഞങ്ങളുടെ അമ്മാവനെ ചീത്ത വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യമുണ്ടോ ഇല്ലെന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്നലെ അവിടെ ഉണ്ടായ എല്ലാത്തിനും എണ്ണിപ്പെറുക്കി ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റും. നോക്കിക്കോ, എല്ലാത്തിനും കയറ്റും ഞാൻ. എനിക്ക് കിട്ടാനുള്ളത് ഞാൻ മേടിച്ചിട്ടേ ഇരിക്കുള്ളൂ. പോലീസ് സ്റ്റേഷനിലോട്ട് വെക്കോ? ഞാൻ പോയിക്കോളും. നീ എന്നോട് അധികം സംസാരിക്കണ്ട. വെറുതെ ഇല്ലടി നീ ഇങ്ങനെയായത്. എങ്ങനെ? വിവാഹത്തിന്റെ തലേന്നേ ഒരുത്തന്നെ കൂടെ ഒളിച്ചോടി പോയതൊക്കെ നടന്നു പോയാ? ആവശ്യമില്ലാത്ത വർത്താനം. എനിക്കറിയാം സ്റ്റേഷനിലോട്ട് പോവാൻ. ഒന്ന് വിളിക്കുന്നു. ഇതെന്ത് പാട്? അമ്മോനെ എന്താ ചെയ്യണ്ടെന്ന് അറിയാമോ? ഇത്രയും പറമ്പ് ഇവിടെ ഇല്ലേ അമ്മാവ? അതേ ഇവിടെ നടന്നല്ലേ സാധാരണ കള്ളുകൂടിയും ഇതൊക്കെ. അവിടെ നിന്ന് കുടിച്ചാ പോരെ? കണ്ട വീട്ടിൽക്കാരന്റെ കാര്യമുണ്ടോ? പോണ വഴിക്ക് കനകനെ കണ്ടു കഴിഞ്ഞാൽ അവനെയും കൂട്ടാലോചിച്ചിട്ട് പോകുമ്പോഴാണ് ഇയാളെ കണ്ടത്. അങ്ങനെ കിട്ടിയല്ല വയറ് നിറച്ച്. നിങ്ങൾക്ക് മാത്രമല്ല കിട്ടുന്ന, കുടുംബത്തിരിക്കുന്ന ഞങ്ങൾക്കും കിട്ടുന്നുണ്ട്. അല്ല, അമ്മയ്ക്ക് പണ്ട് ഭ്രാന്തുണ്ടായിരുന്ന കഥയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നീ ക്ലീറ്റോ എങ്ങാനും പറഞ്ഞിട്ടുണ്ടാവും. അറിയാൻ പാടില്ല. കുടിച്ചു കഴിഞ്ഞാൽ ആർക്കാ ഇവിടെ ബോധമുള്ളത്? സത്യം. എനിക്ക് നീ അടുത്ത പറക്കാനായിട്ട് ചെല്ല് പോ. നീ ഇപ്പൊ എന്തിനാ വീഡിയോ എടുത്ത്? എന്തായാലും ഞാൻ ഇത്ര നേരം അമ്മായിനോട് പറഞ്ഞിട്ടുണ്ടായില്ല, ഇനി പറയും. അല്ല, അത് ചേച്ചി പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും. അല്ല, പറയാൻ അഹങ്കാരം പാടില്ല. ഈ പെണ്ണുങ്ങളുടെ മുമ്പ് അങ്ങനെ തോറ്റു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊരു അരയും കൂടെ എടുക്കുന്നു, അടിക്കുന്ന 2 പോഴത്തം കൊടുക്കുമ്പോൾ തീറ്റും. വീഡിയോ എന്തായാലും ഉണ്ട്. പെണ്ണുമ്പിള്ള ചീത്ത വിളിക്കുന്നത് ഞാൻ മാമിക്ക് അയച്ചു കൊടുക്കും. കമോൺ കമോൺ മകേഷ്, ബാ. കമോൺ കേറ്. നാണം ഉണ്ടോ നിങ്ങൾക്ക്? വഴി ആൾക്കാരത്ത് വടക്കോടാനായിട്ട്. ഇത് നല്ല കൂത്ത്. അവരിങ്ങോട്ടല്ലേ വന്നത്, ഞങ്ങൾ അങ്ങോട്ടാണോ വന്നത്? അവർ എന്തെല്ലാം അനാവശ്യം പറഞ്ഞറിയാം. അമ്മാവന് എന്തൊക്കെ പറഞ്ഞ്. അപ്പം മിണ്ടാതിരിക്കുക കേട്ടിക്കണോ? ഇവിടെ കിടന്ന് എന്തൊച്ചയായിരുന്നു? അവര് സ്റ്റേഷനിൽ നിന്ന് പരാതി പറഞ്ഞു. വെറുതെ ഭർത്താവിനെ വിളിച്ച് മദ്യപിപ്പിച്ചു, കുടുംബകലം ഉണ്ടാക്കി. അത് ചോദിക്കാൻ വീട്ടിൽ നിന്ന് ഇവിടുത്തെ പെണ്ണുങ്ങളെ ചട്ടുവാറ്റിക്കണം. എന്റെ പൊന്നെ, ചട്ടുവും കൂടി ചട്ടുവും കൊണ്ട് ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. ഇതിനകത്തുണ്ടേ, സംസാരിക്കണ്ട കൂടുതൽ. അതെല്ലാം കാണാം. ഇതാണ് തെളിവ്. കണ്ടു നോക്കേട്ടെ. അല്ലേ, ആദ്യമായിട്ട് ഒരു സ്ത്രീന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തിനാണ് ആവശ്യമില്ലാത്ത പണിക്ക് പോണത്? വെറുതെ എനിക്ക് നാക്ക് മദ്യം മേടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എന്തിൻ്റെ പോടെ? അല്ല, മേടിച്ചു കൊടുത്തല്ല, ഞങ്ങള് തെങ്ങുതോപ്പിൽ ഇരുന്ന് ഇങ്ങനെ കഴിക്കാണ്. അപ്പൊ അയാൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കണം. അപ്പൊ ഈ ക്ലീറ്റോ ആണ് പറഞ്ഞത് അയാൾക്ക് ഇത്തിരി കൊടുക്കാൻ. എടാ, അതെന്താണെന്നറിയാമോ? നമ്മൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഒരാളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന എങ്ങനെ നമ്മൾ കഴിക്കും? അപ്പോൾ അതുകൊണ്ട് ഒരു ചെറുത് കൊടുക്കാൻ പറഞ്ഞു. അപ്പം അയാളൊരു ചെറുത് കഴിച്ചു കഴിഞ്ഞപ്പം പുള്ളിയുടെ ഉള്ളിൽ കിടന്ന വിഷമങ്ങളൊക്കെ പുറത്ത് വരാൻ തുടങ്ങി.
അപ്പോൾ അയാൾ പറഞ്ഞു ഇങ്ങനെ എൻ്റെ മോൻ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയണത് ഭാര്യ പറയണത് ഒന്നും കേൾക്കില്ല. അവൻ ആ മറ്റേ പെണ്ണിൻ്റെ വാക്ക് കേട്ടിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത്. ഞങ്ങളെ ഒരു കല്യാണത്തിന് കൊണ്ടുപോകില്ല, ഒരു പരിപാടിക്കും കൂട്ടൂല, ഫോട്ടോ എടുക്കാൻ കൂടെ നിർത്തൂല, എന്തെങ്കിലും ഫംഗ്ഷന് പോയാൽ അങ്ങനെയൊക്കെ വിഷമം പറഞ്ഞു. അപ്പൊ പിന്നെ ഇപ്പൊ രാഷ്ട്രീയക്കാരനാണല്ലോ, നമുക്കത് പരിഹരിക്കാന്ന് പറഞ്ഞു ഞങ്ങളെ കൂട്ടിയിട്ട് നേരെ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് ഇയാൾ പറഞ്ഞ കേട്ടിട്ട് ഞങ്ങൾ ആ വീട്ടിൽ പോയി എല്ലാം ഒന്ന് സംസാരിച്ച് ഒത്തുതീർപ്പാക്കി സമാധാനമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു. ഫോട്ടോ എടുക്കാത്തതല്ലേ നിങ്ങളുടെ പ്രശ്നം? അതെ. എന്നിട്ട് ഇയാള് മരുവനോട് സംസാരിച്ചിട്ട് എല്ലാവരും നിർത്തിച്ച് ഫോട്ടോ ഒക്കെ ഫോട്ടോ എടുത്തു. എനിക്ക് തോന്നുന്നു അതിന് ശേഷം അങ്ങനെ വേറെ എവിടെ കണ്ട് പോയി നല്ലോണം അടിച്ചിട്ടുണ്ട്. അല്ല ഇതിനിടയ്ക്ക് പിന്നെ പ്രശ്നം അമ്മാവൻ ഈ സംസാരിച്ച കൂട്ടത്തിൽ ആ സ്ത്രീക്ക് നേരത്തെ വട്ടുള്ളൂന്നൊക്കെ എന്തോ ഒരു ഇത് പറഞ്ഞു. അല്ല അങ്ങനെയല്ല പറഞ്ഞേ. എല്ലാം സോൾവ് ചെയ്തിട്ട് വരുമ്പോൾ ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, ഞാൻ പണ്ട് നിങ്ങളുടെ കണ്ണിലെ മുളക് തേച്ചത് ക്ഷമിക്കണം, അതൊന്നും കരുതരുത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് മനഃപൂർവ്വമല്ലോ, നിങ്ങൾക്ക് ചെറിയ വട്ടുണ്ടായിരുന്നല്ലോ അന്ന്, അതുകൊണ്ടല്ലേ അത് ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞ് സോൾവ് ചെയ്തിട്ട് പോകുന്നു. അങ്ങനെ ഉണ്ടായത്. എടി ഇവിടെ അവർ വന്നപ്പോഴത്തേക്ക് അവർ ചോദിച്ചു എനിക്ക് വട്ടുണ്ടായിരുന്ന കാര്യം നീ അല്ലേടാ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞു. അന്നേരം അമ്മാവ് തത്തക്കം പുത്തക്കം എന്ന് പറഞ്ഞ് കാണിക്കുമായിരുന്നു. അപ്പൊ അമ്മാവനൊന്നും മിണ്ടിയില്ലല്ലോ. അല്ല അത് ഞാൻ അയാളോട് പറഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവ് കേട്ടിട്ടുണ്ടാവും. അതുമല്ല മുളകൊടി വരട്ടത് അവരുടെ അനിയത്തിനെ പറയാൻ കണ്ട് കിണിങ്ങിക്കൊണ്ട് ചെന്നതല്ലേ. അത് പറഞ്ഞത് അവരുടെ പുറകെ നടന്നിട്ടാന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ചേച്ചി ഞാനും കൂടി ഈ സ്ത്രീയുടെ അനിയത്തിനെ പെണ്ണ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആ കുട്ടീനെ ഇഷ്ടമില്ലാണ്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അപ്പം എൻ്റെ അനിയത്തിനെ ഇഷ്ടമല്ലടാന്നും പറഞ്ഞിട്ട് ഈ സ്ത്രീ എൻ്റെ കണ്ണിൽ മുളക് തേച്ചു. സ്ത്രീക്ക് വട്ടുണ്ടായിരുന്നോണ്ടാണ് അത്. അതിൻ്റെ കാര്യമാണ് പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇതിപ്പോ പ്രശ്നം ഇതിപ്പോ കുഴപ്പമാവോ? പ്രശ്നം തന്നെ അവർ പരാതി കൊടുത്തിട്ടുണ്ട്. അവരെ മോനെയും എല്ലാവരും വരാൻ പറഞ്ഞിട്ടുണ്ട്. ഒറ്റ വഴിയുള്ളൂ, തെളിവിനെ ഇതൊക്കെ ചോദിക്കും. അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതല്ല, അവർ വന്ന് ചോദിച്ചിട്ട് ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇനി പിന്നീട് അറിയാൻ പറ്റുള്ളൂ. ഇതിന്റെ പിറകെ പരാതിയും കൂട്ടങ്ങളും ഉണ്ടെങ്കിൽ പ്രശ്നമാവും, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഒരു നല്ല കാര്യം ചെയ്യാൻ വയ്യ എന്നുള്ള ഒരു കുടുംബത്തിന് ഒരുമിപ്പിച്ച് അതും ഇപ്പൊ കുഴപ്പമായി. പക്ഷെ ചട്ടം കൊണ്ട് ഞാൻ തല്ലിയിട്ടില്ല, അവരുടെ അല്ല ഒന്നാമത് ഇതിനൊക്കെ കാരണക്കാരൻ അതെന്ത് നീ അന്ന് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞ സമയത്ത് നിനക്കൊരു ഫോൺ വന്നിട്ട് നീ പോകണ്ട് നിന്നെ അന്വേഷിച്ച് ഞങ്ങൾ പുറത്തേക്ക് വന്നോണ്ടല്ലേ ഞങ്ങൾ സാധനം മേടിച്ച് തെങ്ങുംതോപ്പിൽ ഇരുന്ന് കഴിക്കേണ്ടി വന്നു. ഒരു ഒന്നും പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവൻ അറിയാത്തവന് ഒരു പുള്ളി നമ്മൾ 4 പേര് ബീഫറെ കൂട്ടി കഴിച്ചിട്ട് സന്തോഷമായിട്ട് പോയി. അപ്പൊ ഇതിലെ ഏട്ടനും ഉണ്ട്. അപ്പൊ ഇത് തെളിവില്ലെന്ന് അവിടെ ചെന്ന് പറഞ്ഞേക്ക്. ഇതിപ്പോ ഒന്നാം പ്രതി കടാമച്ചമ്പിയല്ല, കുറ്റകൃത്യത്തിന് പ്രചോദനം കൊടുത്തല്ലോ. എന്നിട്ട് ഇവൻ തിരിഞ്ഞു നിന്ന് നമ്മളെല്ലാരും കുറ്റം പറയാണ്. ഒരു പോലീസുകാരനല്ലേ, എങ്ങനെയും പരിഹാരം കാണും. തങ്കം ചായ എന്താ ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റോ? തലവേദന ഉറക്കം അങ്ങോട്ട് ശരിയായില്ല. ഉറങ്ങാൻ കിടന്നിട്ട് എന്തിനാണ് ഇവൻ എഴുന്നേറ്റ് പോകുന്നത്? ഉറങ്ങിക്കിടന്നപ്പോൾ ഒരു സ്വപ്നം. ചീത്ത സ്വപ്നം നല്ല സ്വപ്നം? ഈ വീട്ടിൽ നല്ല സ്വപ്നം കാണാൻ പറ്റില്ലല്ലേ, ചീത്ത സ്വപ്നം തന്നെ. ആ അപ്പൊ അവൻ വല്ല വെടിവെച്ചതായിരിക്കും കണ്ടത്. വെടിയൊന്നും വെച്ചില്ല, കുറെ പോലീസുകാരെല്ലാം കൂടെ ചേർന്ന് എന്നെ ലോക്കപ്പിലിട്ട് ഇടിക്കുന്നത്. ഒന്നല്ലെങ്കിൽ ഇടി അല്ലെങ്കിൽ വെടി. എൻ്റെ ആങ്ങളെ ഉണ്ടായിരുന്നു ഇടിക്കാൻ. അതെന്താണെന്നറിയാമോ, ഈ വള്ളിക്കെട്ടും തെറ്റും ചെയ്യുന്നവര് ഇപ്പോഴും ഇങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കും. അവരിങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണും. നിങ്ങളല്ലേ ഈ വള്ളിക്കെട്ട് മുഴുവനും ഉണ്ടാക്കിയത്? ഞാൻ എന്താ ചെയ്തെന്ന്? ഒന്നും ചെയ്തില്ലേ? ഒന്നും ചെയ്തില്ലേ? എന്ത് ചെയ്ത് ഞാൻ? അവിടെ പോയി കള്ളു കുടിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു? ഓ അപ്പൊ ഞാനാ കുറ്റക്കാരെ? എല്ലാവരും കൂടെ എന്നെ വിളിച്ചു വരുത്തിയിട്ടല്ലേ? ആ വിളിച്ചപ്പോൾ നിങ്ങൾക്ക് നാക്കുണ്ടായിരുന്നില്ലേ? ഞാൻ വരുന്നില്ല അമ്മാവാ, എനിക്ക് ഇവിടെ ഇരുന്നാ മതി എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ? അത് പിന്നെ അവൻ വിളിക്കുമ്പോൾ എനിക്ക് എങ്ങനെ പറ്റില്ല എന്ന് പറയാൻ പറ്റും? എന്റെ പൊന്നോ, അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ് ഇത്രയും നാളും കേട്ടോണ്ടിരുന്നത്. ആരാണെങ്കിലും വിശ്വസിക്കും. ഇതിപ്പോൾ അവനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. മര്യാദയ്ക്ക് എല്ലാവരും കൂടെ ഇവിടെ അങ്ങ് ഇരുന്നെങ്കിൽ പ്രശ്നമില്ല, അതുകൊണ്ടല്ലേ അങ്ങോട്ട് പോകേണ്ടി വന്നത്. മാത്രമല്ല ഞാൻ ഒന്നും എന്ത് ചെയ്തു, ഞാനൊന്നും ഉപദേശിച്ചു. നിങ്ങൾ എന്താണെങ്കിലും പോലീസ് പിടിക്കും. നിങ്ങളെ പോലീസ് പിടിക്കും. വീട്ടിൽ കയറി മദ്യപിച്ചതിനും അവിടെയുള്ള ആൾക്കാരെ എന്താ പറയുക എന്തൊക്കെയോ ചെയ്തല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെ പോലീസ് ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയല്ലേ തങ്കം. പക്ഷെ അങ്ങ് എരുതിയിൽ എണ്ണ
ഒഴിക്കാവുള്ളൂ. ഉള്ള കാര്യം അവരോട് ഞാൻ ഒന്നും ചെയ്തൊന്നുമില്ല. ഞാൻ ഉപദേശിച്ചു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, അത്രേ ചെയ്തു. ഉപദേശിയോ? നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്തറിയാം ഉപദേശിക്കാൻ? ഇപ്പൊ കുറെ നാളായിട്ടുള്ള പുതിയ കണ്ടുപിടുത്താണ് ഉപദേശം. നീ ഇത് ചുമ്മാ ഇരിക്കും. ഞാൻ എല്ലാരും ഉണ്ടല്ലോ, അമ്മാവനുണ്ട്, അവരൊക്കെ ഊരിപ്പോരും. പിന്നെ അവസാനം നിങ്ങൾ മാത്രം കുടുങ്ങും. എൻ്റെ കരുനാക്കടത്തുനിന്ന് വളയ്ക്കാതിരിക്കുമോ? ഓ ചായം വേണ്ടേ? ആ സുനിലേ, എപ്പോ ആണോ? എന്ത് പറ്റി? അറ്റാക്കാ? ഓ ആ ഞാൻ വീട്ടിലുണ്ട്. ഇറങ്ങാം, ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ശരി ശരി. ഓ ഓ നമ്മുടെ പാർട്ടിയുടെ ഒരു റീത്തിനുള്ള സംവിധാനം ഒന്ന് ചെയ്തു തരാം. ഓ ഞാൻ വരാം. ആ പെണ്ണുമുള്ള തട്ടിപ്പോയി. ദാക്ഷായി. എന്റെ ദൈവമേ, ഇതെന്തേ കേക്കണേ? അറ്റാക്കായിരുന്നു. നിങ്ങൾ ഉപദേശിച്ച് മാത്രമുള്ളോ? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുവാ. ചുമ്മാ ഇരിക്കും. പക്ഷെ ഇവിടെ ആകെ പട്ട പിടിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടാവും അല്ലേ? കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. ചേച്ചി ഒന്ന് വിളിച്ചു നോക്കി അവര് അവിടെ നിന്ന് ഇറങ്ങിയാന്ന്. ഇത്രയ്ക്കുള്ളു മനുഷ്യന്റെ കാര്യമല്ലേ? ഇന്നലെ ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് പോയ ആളാണ്. അതെന്തെല്ലാം കട്ട് ചെയ്ത് എന്തെല്ലാം വഴക്കുണ്ടാക്കിയവരാ. ഞാനും എന്തൊക്കെയോ പറഞ്ഞില്ലേ? ഞാനും പറഞ്ഞായിരുന്നു. ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ വരുമെന്ന് ആരറിഞ്ഞു? ഇത്രയേ ഉള്ളു മനുഷ്യന്റെ കാര്യം. ഇന്ന് കാണുന്നവൻ നാളെ ഇല്ല. നേര് വെച്ചേ, കേട്ടപ്പോ ഒരു വിഷമം തോന്നി. എന്തൊരു കട്ട് ചെയ്തത്? എത്താറായിട്ടുണ്ടാവും. അതേ വരുന്ന കഴിഞ്ഞ ചടങ്ങെല്ലാം കഴിഞ്ഞാ? കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. അങ്ങനെ വഴക്കുണ്ടാക്കേണ്ട ആള് പോയില്ലേ, പിന്നെന്താ പ്രശ്നം? കഷ്ടായി പോയല്ലേ? ഇന്നലെ എന്തൊക്കെ പറഞ്ഞതാ ഇവിടെ വന്ന്. ഞങ്ങൾ അതും പറഞ്ഞോണ്ടിരിക്കുകയല്ലേ. അന്ന് ആ കല്യാണത്തിനൊന്ന് ഫോട്ടോ എടുത്തില്ലെന്നും പറഞ്ഞ് അവർ കിടന്ന് ബഹളം വെച്ചല്ലോ. അതിനാന്നല്ലേ വഴക്കുണ്ടായെന്ന് പറഞ്ഞത്. സഞ്ചയനക്കാരനകത്തും ആദരാഞ്ജലി ഫ്ലെക്സിനകത്തും ഉപയോഗിച്ച ഫോട്ടോ ഏതാണെന്നറിയോ? അന്ന് ഞാൻ മറ്റേ വഴക്കൊത്തീർപ്പാക്കാൻ വേണ്ടി പോയല്ലോ. അന്ന് എല്ലാവരും കൂടെ എല്ലാം പ്രശ്നമെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്തിട്ട് ഞാൻ ഇതിൽ ഫോട്ടോ എടുത്തിരുന്നു. ആ ഫോട്ടോയാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ഫ്ലക്സിലൊക്കെ വെച്ചേക്കണം. ഇല്ല, ആലോചിച്ചോക്കണേ, നമ്മളെ ഓരോ ഫോട്ടോ എടുക്കുമ്പോഴും നമ്മൾ അറിയുന്നില്ലല്ലോ ഈ ഫോട്ടോ വെച്ച് പിന്നെ എന്തൊക്കെ കാര്യത്തിനാണ് ഉപയോഗിക്കണമെന്നുള്ളത്. കഷ്ടം. അപ്പൊ അന്ന് അവര് വിഷമിച്ചതൊക്കെ ഈ ഫോട്ടോ എടുക്കണില്ല എന്ന് പറഞ്ഞാൽ വിഷമിച്ചതൊക്കെ സത്യമായിരുന്നു തോന്നുന്നല്ലേ? ആർക്കാലും വിഷമം ഉണ്ടാവൂലേ? അത് പറഞ്ഞപ്പോഴാ ഫോണിച്ചിട്ടൊന്ന് എന്തേ ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കാനാ? ഈ സമയത്ത് ഫോട്ടോ അതെന്തിനാ ഫോട്ടോ എടുക്കണം? നാളെ അമ്മാവൻ എന്തെങ്കിലും സംഭവിച്ച് ഈ സഞ്ചയനക്കാരനകത്തോ ആദരാഞ്ജലി ഫ്ലെക്സ് അടിക്കാൻ ഒരു ഫോട്ടോ ഇല്ലാതെ വന്നാൽ വേണ്ടേ?